ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ. ഈ മരുവിൻ ചൂടിനാൽ നീ വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ. ചൂടമധ്യത്തിൽ എരിഞ്ഞെന്നാലും പടകുലഞ്ഞ് വലഞ്ഞെന്നാലും നാലാമനായവൻ വെളിപ്പെടുമേ, വാടിപ്പോകാതെ. കണ്ണുനീരില്ലാത്ത വീടൊരുക്കി തന്റെ മക്കളെ തന്നോട് ചേർക്കുവാൻ എത്രയും വേഗം യേശു വന്നിടും, വാടിപ്പോകാതെ വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ. ഈ മരുവിൻ ചൂടിനാൽ നീ വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായിട്ട് എഴുന്നേൽക്കുവാൻ, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവ് ബലഹീനായ എനിക്ക് തന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വാസ്തവത്തിൽ ആരാണ് യോഗ്യതയുള്ളവർ ദൈവപുത്രനെക്കുറിച്ച് പറയുവാൻ, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിക്കുവാൻ, ദൈവത്തിൻ്റെ തിരുനാമം നാവിലെടുക്കുവാൻ? ആർക്കാണ് യോഗ്യത? പ്രിയമുള്ളവരെ, ആർക്കും അതിനുള്ള യോഗ്യതയില്ല. കർത്താവിൻ്റെ കൃപയാണ് കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ.
ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ അറിയുന്നു. തീയാകുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളുമായിട്ട് പ്രസ്താവിക്കുമ്പോൾ ബലഹീനനായ ഞാൻ കർത്താവിൻ്റെ പൊന്നുപാദം കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് എളിമയോടെ യാചിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കർത്താവെ അരുളി ചെയ്യണമേ എന്ന്. ഒരിക്കൽ ഫിലിപ്പീൻ കാരാഗൃഹത്തിൽ കടന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്ന്. ആ സാഹചര്യം വളരെ മോശമാണ്. ആ അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിലാണ്, കുണ്ടറയിലാണ്, ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നതായ അന്ധകാരം മൂടിയിരിക്കുന്നതായ കുണ്ടറയിൽ കിടന്നുകൊണ്ട് കൈകളും കാലുകളും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് കിടന്നുകൊണ്ട് തലേദിവസത്തെ മർദ്ദനങ്ങളിലെ പാടുകളെല്ലാം ശരീരത്തിലുണ്ട്, മുറിവുകളെല്ലാം ശരീരത്തിലുണ്ട്. അതിൻ്റെ നീറുന്ന വേദനയുടെ ഇടയിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്ന്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിലാണ് വാക്യം. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്ന്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ് എന്ന്. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന്. എല്ലാറ്റിനാലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ പറയുന്നത്. സകല ബുദ്ധിയെയും കവിയുന്ന സ്വർഗീയ സമാധാനം, ദൈവിക സമാധാനം നിങ്ങളുടെ നിലവുകളെ കാക്കുമെന്ന്, നിങ്ങളുടെ ഹൃദയങ്ങളെ കാക്കുമെന്ന്. എന്താണ് വേണ്ടത്? സന്തോഷത്തോടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നുവെന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിനോട് അപേക്ഷിക്കുക. നമ്മുടെ സ്തോത്രത്തോടുകൂടി കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ എല്ലാം കർത്താവ് നിറവേറ്റിത്തരുമെന്ന് വിചാരപ്പെടുന്നൊരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ രോഗങ്ങളോ ആപത്തുകളോ അനർത്ഥങ്ങളോ അത്യാഹിതങ്ങളോ വരുമ്പോൾ നമ്മുടെ മനസ്സ് പലപ്പോഴും വാടിപ്പോകാറുണ്ട്, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാറുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ വിശ്വാസത്തിൽ ക്ഷീണിക്കേണ്ട ആവശ്യമില്ല, പരിഭ്രമിക്കേണ്ട. എല്ലാം താങ്ങി നടത്തുവാൻ, എല്ലാം നോക്കി നടത്തുവാൻ, നമ്മളെ പരിപാലിക്കുവാൻ, നമ്മളെ ഉള്ളങ്കരങ്ങളിൽ താങ്ങുവാൻ, നമ്മളെ മാറോടണയ്ക്കുന്ന സ്വർഗീയ സ്നേഹനിധിയായ കർത്താവ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് അനുഭവ സാക്ഷികൾ പറയുന്നത്. ഞങ്ങളും അനുഭവിക്കുകയാണ്. എൻ്റെ യേശുവിനെ അനുഭവിച്ചുകൊണ്ടാണ് ഞാനും പറയുന്നത്. യേശു തന്ന ആശ്വാസം ഉള്ളതുകൊണ്ടാണ്, യേശു തന്ന സമാധാനം ഉള്ളതുകൊണ്ടാണ്, യേശു തന്ന അനേക പാപങ്ങളിന്മേലുള്ള ജയം ഉള്ളതുകൊണ്ടാണ്, മാനസാന്തരം ഉള്ളതുകൊണ്ടാണ്, യേശു വിശുദ്ധിയിലേക്ക് നടത്തുന്നതുകൊണ്ടാണ് ബലഹീനായി ഞാൻ ഇന്ന് യേശുവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുന്നത്. എല്ലാം കൃപയാണ്, എല്ലാം കരുണയാണ്, എല്ലാം സ്വർഗീയ സ്നേഹമാണ്, എല്ലാം സ്വർഗത്തിൻ്റെ കരുതലാണ്. താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്ന ദൈവത്തിൻ്റെ വചനമുണ്ട്. നിൽക്കുന്നുവെന്ന് തോന്നുന്നില്ല പ്രിയമുള്ളവരെ, കർത്താവ് നിർത്തുന്നതാണ്. ബലഹീനായ പാവികളെ കർത്താവ് നിർത്തുന്നതാണ്. ഒരു ബലവുമില്ല, ഒരു ശക്തിയുമില്ല, ഒന്നും പ്രശംസിക്കാനില്ല. എല്ലാ പ്രശംസയും കർത്താവിൻ്റെ ക്രൂശിലാണ്, ബലഹീനതയിലാണ്. ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അനേക ബലഹീനതകളുടെ സാഹചര്യങ്ങളുണ്ട്, അനേക കരച്ചിലിൻ്റെയും കണ്ണുനീരിൻ്റെ വിഷയങ്ങളുണ്ട്, അനേക നെടുവീർപ്പിൻ്റെ വിഷയങ്ങളുണ്ട്, അനേക പരാജയത്തിൻ്റെതായ വിഷയങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലുണ്ട്. എന്നാൽ കർത്താവ് തരുന്ന ആശ്വാസവും സമാധാനം അനുഭവിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നു എന്ന് മാത്രം. ഇന്ന് എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ഹൃദയത്തിൽ സന്തോഷം തരാൻ വേണ്ടിയിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗീയ സമാധാനവും സന്തോഷവും, കാരാഗ്രഹമാണെങ്കിലും തുപ്പലാണെങ്കിലും അടിയാണെങ്കിലും മർദ്ദനമാണെങ്കിലും അവഹേളനമാണെങ്കിലും നിന്ദയാണെങ്കിലും പീഡയാണെങ്കിലും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് സമാധാനത്തോടും സന്തോഷത്തോടും അനുഭവിക്കുന്ന മനോഹരമായ യേശുവിനെ അനുഭവിക്കുന്ന വിശുദ്ധ ജീവിതം, ക്രിസ്തീയ ജീവിതം അത് നമുക്ക് നയിക്കാം. കർത്താവ് അതിന് വേണ്ടിയിട്ട് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച്, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്ന് ഇപ്പോൾ കേട്ടതുപോലെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണ് നമ്മൾ നാളുകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനുള്ള അടയാളം എന്താ എന്ന് ശിഷ്യന്മാർ ഒരിക്കൽ ചോദിക്കുമുണ്ടായി. അതിന് ഒലിവുമല പ്രഭാഷണം എന്നാണ് കർത്താവിൻ്റെ ആ പ്രഭാഷണത്തെക്കുറിച്ച് പറയുന്നത്. ആ പ്രഭാഷണത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും അന്ത്യകാലത്തെക്കുറിച്ചും ലോക അവസാനത്തെക്കുറിച്ചെല്ലാം കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അനേക അടയാളങ്ങൾ കർത്താവ് പറയുന്നുണ്ട്, അനേക മുന്നറിയിപ്പുകൾ കർത്താവ് തരുന്നുണ്ട്. എന്തിനാണ് ഈ മുന്നറിയിപ്പുകളെല്ലാം തരുന്നത്? പ്രിയമുള്ളവരെ, വിശ്വാസികളായ നാം ഒരുക്കത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകം എങ്ങനെയാണ് അസ്തമിക്കാൻ പോകുന്നത്, ഈ ലോകം എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത് എന്ന് ലോകത്തിൻ്റെ തന്നെ സൃഷ്ടിതാവായ ദൈവം പറയുകയാണ്. ലോകത്തെ തന്നെ മെനഞ്ഞവനായ ദൈവം പറയുകയാണ്. ഈ ഭൂമിയും സൂര്യ ചന്ദ്ര നക്ഷത്രാദികളും സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവം തന്നെയാണ് പറയുന്നത്.
പറയുന്നത്, എല്ലാത്തിനെയും ഉണ്ടാക്കിയവനായ ദൈവം തന്നെയാണ് പറയുന്നത്, ഇത് ഞാൻ നശിപ്പിക്കുമെന്ന്, ഈ ലോകം നശിപ്പിക്കുമെന്ന്. പണ്ട് നോഹയുടെ കാലത്ത് ദൈവം ജലപ്രളയത്താൽ ഈ ഭൂമി നശിപ്പിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സോദോമും ഗൊമോറയും എന്ന പട്ടണം മുഴുവനും ആകാശത്ത് നിന്ന് തീയും ഗന്ധവും ഇറങ്ങി ദൈവം നശിപ്പിച്ചു കളഞ്ഞു. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? അതിക്രമം, അധർമ്മം പെരുകിയതുകൊണ്ടാണ്. അധർമ്മവും അതിക്രമങ്ങളും അകൃത്യങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ പെരുകിയപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചവനായ ദൈവം മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് അനുദപിച്ചു എന്ന് പറയുന്ന വാക്യമുണ്ട് ദൈവത്തിന്റെ മഹത്വം. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ താൻ സൃഷ്ടിച്ചതായ മനുഷ്യനെ ദൈവം നോക്കിയെന്നും അവരെ ദൈവം അനുഗ്രഹിച്ചു എന്നും താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലത് എന്ന് ദൈവം കണ്ടു എന്ന് പ്രത്യേകിച്ച് മനുഷ്യനെ നോക്കി ദൈവം പറയുന്നുണ്ട്. താൻ സൃഷ്ടിച്ചതായ മനുഷ്യനെ ദൈവം നോക്കി അത് നല്ലത് എന്ന് കണ്ടു എന്ന്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ മനുഷ്യനെ ഉണ്ടാക്കുക നിമിത്തം ദൈവം അനുദപിച്ചു എന്ന്, ദൈവം ദുഃഖിച്ചു എന്ന്. എന്തുകൊണ്ടാണെന്നറിയാമോ? മനുഷ്യന്റെ ദുഷ്ടത, മനുഷ്യന്റെ അധർമ്മം, മനുഷ്യന്റെ അകൃത്യം. വചനം കേട്ടിട്ടും ഇന്നും മാനസാന്തരപ്പെടാത്തവരുണ്ട്. വചനം കേട്ടിട്ടും യേശുവിനെ കൈക്കൊള്ളാത്തവരുണ്ട്. വചനം കേട്ടിട്ടും യേശുവിനായിട്ട് ജീവിതം സമർപ്പിക്കാത്തവരുണ്ട്. പാപത്തെ ഓർത്ത് അനുദപിക്കാത്തവരുണ്ട്. അവരെക്കുറിച്ചുള്ള ദുഃഖം ദൈവത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായി എന്ന്. താൻ മനുഷ്യനെ ഉണ്ടാക്കുക നിമിത്തം മനുഷ്യനെ നോക്കി ദൈവം ദുഃഖിച്ചു എന്ന്. നാളുകളായിട്ട് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കൂട്ടായ്മക്കാരെ, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ദൈവം എന്നെ ഓർത്ത് സന്തോഷിക്കുകയാണോ ദുഃഖിക്കുകയാണോ എന്ന്. എൻ്റെ ദൈവം എൻ്റെ ജീവിതം നോക്കുമ്പോൾ, എൻ്റെ പ്രവർത്തികൾ നോക്കുമ്പോൾ, എൻ്റെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും എൻ്റെ മനോഭാവങ്ങളും നോക്കുമ്പോൾ കർത്താവ് എന്നെ ഓർത്ത് ദുഃഖിക്കുകയാണോ അനുദപിക്കുകയാണോ, എന്നെ ദൈവം സൃഷ്ടിച്ചതിൽ അനുദപിക്കുകയാണോ, അതോ എന്നെ ഓർത്ത് സന്തോഷിക്കുകയാണോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. ഇവിടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതായ അടയാളങ്ങളെക്കുറിച്ച് നമുക്ക് വായിച്ചു കേൾക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് പറയുന്ന വാക്കുകളാണ്, മറുപടികളാണ്, അടയാളങ്ങളെക്കുറിച്ചാണ് പിന്നീടുള്ള വാക്യങ്ങളെല്ലാം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഒന്നാമത്തെ മുന്നറിയിപ്പായിട്ട് കർത്താവ് പറയുകയാണ്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ യേശു ക്രിസ്തുവിന്റെ പേരെടുത്തു വന്ന്, അതായത് കള്ള ക്രിസ്തുക്കൾ അനേകർ എഴുന്നേറ്റ് വന്ന് അനേകരെ തെറ്റിച്ചു കളയുമെന്ന്. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധസ്തുതികളെക്കുറിച്ചും കേൾക്കും. ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. അത് സംഭവിക്കേണ്ടത് തന്നെ. അതെല്ലാം സംഭവിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും, ഉപദ്രവമേൽക്കേണ്ടതായിട്ട് വരും. വിശ്വാസികളുടെ സമൂഹത്തെ ഉപദ്രവിക്കും. അന്ന് നിങ്ങൾ അവരെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും നിങ്ങളെ കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. എന്തിനാണ് ഉപദ്രവിക്കുന്നത്? എന്തിനാണ് കൊല്ലുന്നത്? എൻ്റെ നാമം നിമിത്തം, യേശുക്രിസ്തുവിന്റെ പേരിൽ, യേശുക്രിസ്തുവിന്റെ സാക്ഷിയാകുന്നതിന്റെ പേരിൽ, യേശുവിന്റെ വചനം പ്രഘോഷിക്കുന്നതിന്റെ പേരിൽ, യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ പേരിൽ, യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന്റെ പേരിൽ, യേശുവിന്റെ വചനം പ്രമാണിക്കുന്നതിന്റെ പേരിൽ നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെ കൊല്ലുകയും ചെയ്യും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പായിക്കുകയും ചെയ്യും. പലരും ഇടറിപ്പോകും, അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ അപ്പനെ ഏൽപ്പിച്ചു കൊടുക്കും, അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കും. അമ്മയപ്പന്മാർ മക്കളെ ഏൽപ്പിച്ചു കൊടുക്കും. ഒരു കുടുംബത്തിൽ തന്നെ ഭിന്നത വരും, ഛിദ്രം വരും. യേശുവിൻ്റെ നാമത്തിൽ ഉപദ്രവം വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, കൊല്ലാൻ ഓടിക്കുമ്പോൾ അനേകരും ഇടറിപ്പോകും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കള്ളപ്രവാചകന്മാർ അനേകർ എഴുന്നേറ്റ് വന്ന് അനേകരെ തെറ്റിച്ചു കളയും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെയും സ്നേഹം തണുത്തുപോകുമെന്ന്, അധർമ്മം പെരുകുമെന്നാണ് അടുത്ത മുന്നറിയിപ്പാട് കർത്താവ് പറയുന്നത്. അധർമ്മം, അന്ത്യകാലത്ത് അധർമ്മം പെരുകും, നിയമലംഘനങ്ങൾ വ്യാപകമാകുമെന്ന്. എന്താണ് അധർമ്മം എന്ന് പറഞ്ഞാൽ?
എന്താണ് അധർമ്മം എന്ന് പറഞ്ഞാൽ അത് അനീതിയാണ്, അത് അന്യായമാണ്, അത് നിയമലംഘനമാണ്, അത് ധർമ്മമല്ലാത്ത നിയമരാഹിത്യത്തെയാണ്, നിയമനിഷേധത്തെയാണ് അധർമ്മം എന്ന് പറയുന്നത്. നിയമലംഘനം വ്യാപകമാകും, അധർമ്മം പെരുകുമെന്ന്. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാത്തതെന്ത്? കർത്താവ് ചോദിച്ചതാണ്, നിങ്ങൾ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാത്തത് എന്ത്? സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ നല്ല തെളിവാകും, ഇന്ന് നല്ല കാലാവസ്ഥയാകും എന്ന് നിങ്ങൾ പറയുന്നു. അതെല്ലാം നിങ്ങൾക്കറിയാം. രാവിലെ ആകാശം മൂടി ചുമന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു. ആകാശത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം, ആകാശത്തിലെ ഭാവങ്ങളെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം, ആകാശ ലക്ഷണങ്ങളെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയാത്തത് എന്ത് എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ഈ കാലത്തിലേക്ക് നോക്കുക, ഇത് അന്ത്യകാലമാണെന്ന് തിരിച്ചറിയുക. കാലത്തിൻ്റെ അടയാളങ്ങൾ കണ്ടിട്ടും വിവേചിക്കാത്തത് എന്ത്, തിരിച്ചറിയാത്തത് എന്ത് എന്നാണ് കർത്താവ് യേശുക്രിസ്തു ചോദിക്കുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 1 വാക്യത്തിലാണ് വായിച്ചതെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 12 അധ്യായം 54 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. കർത്താവ് പറയുകയാണ്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാൽ അത്യുഷ്ണം ഉണ്ടാകുമെന്നും നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും പാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാത്തതെന്ത് എന്ന്. കാലത്തെ വിവേചിക്കണമെന്ന്, ഈ കാലത്തിലെ അടയാളങ്ങൾ കാണുമ്പോൾ, ഈ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ ബൈബിളിലേക്ക് നോക്കണമെന്ന് കർത്താവ് എന്താണ് മുൻകൂട്ടി നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. ഈ ഭൂമിയെയും ആകാശത്തെയും വിവേചിപ്പാൻ നമ്മൾക്കറിയാം, എന്നാൽ ഈ കാലലക്ഷണങ്ങളെ, ഈ കാലത്തെ വിവേചിപ്പാൻ കഴിയാത്തത് എന്ത് എന്ന്. ഈ ഭൂമിയിൽ നടക്കുന്നതായ എന്തെല്ലാം സംഭവങ്ങൾ പ്രിയമുള്ളവരെ, അധർമ്മം പെരുകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ന്യൂസ് പേപ്പർ എടുത്താൽ, ടി വിയിലൂടെ ന്യൂസ് കണ്ടാൽ പ്രിയമുള്ളവരെ, എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. 10-20 വർഷം മുമ്പ് നമ്മുടെ ചെറുപ്പകാലത്ത് കേട്ട കാര്യങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളാണോ ഇപ്പോൾ കേൾക്കുന്നത്? പ്രിയമുള്ളവരെ, അന്നൊന്നും കാണാത്തതും കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറയിൽ നടക്കുന്നത്. കർത്താവ് പറഞ്ഞു, വ്യഭിചാരവും ദോഷവുമുള്ള തലമുറ എന്ന്. അതിനേക്കാൾ ഏറ്റവും മോശമായ തലമുറയായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ. നിങ്ങൾ പല സമരങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. 5-8 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സമരത്തെക്കുറിച്ച് കേട്ട് ഞെട്ടിപ്പോയി. എന്താണ് സമരത്തിൻ്റെ പേരെന്നറിയാമോ? ചുംബന സമരം എന്നാണ്. പ്രിയമുള്ളവരെ, നിങ്ങളത് കേട്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള സമരത്തെക്കുറിച്ച്? പ്രിയമുള്ളവരെ, 2 വ്യക്തികൾ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോയി. അവളെ പരസ്യമായിട്ട് ചുംബിച്ചു. അതിനെ ചിലർ ചോദ്യം ചെയ്തു, വഴക്കായി. ചില സംഘടനകളെല്ലാം വന്നിട്ട് ആ ഹോട്ടൽ അടിച്ചു തകർത്തു. പിന്നീട് അതിനെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്ത സമരമാണ് ചുംബന സമരം. ഈ നമ്മുടെ കേരളത്തിൽ തൃശ്ശൂരും എറണാകുളത്തും കോഴിക്കോടെല്ലാം ഇതിനെ ആസ്പദമാക്കി പല പ്രകടനങ്ങളെല്ലാം നടന്നു, പല സമരങ്ങളെല്ലാം നടന്നു. പ്രിയമുള്ളവരെ, അതിന് പിന്നാലെ അനേക യുവാക്കന്മാർ ഒഴുകിയെത്തിയെന്നാണ് പറയുന്നത്, അവർക്ക് ലഭിച്ചതായ അവസരം മുതലാക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് സമരത്തിന് നേതൃത്വം കൊടുത്തവർ വേശ്യാവൃത്തിക്ക് പിടിക്കപ്പെട്ടതിൻ്റെ പേരിൽ അനേകർ ലജ്ജിച്ച് തല താഴ്ത്തിയതായിട്ട് നമ്മൾ ന്യൂസിലൂടെ കാണുകയുണ്ടായി. പ്രിയമുള്ളവരെ, വ്യഭിചാരവും ദോഷമുള്ളത് തലമുറ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. കർഷക തൊഴിലാളി യൂണിയൻ എന്നും ചെത്ത് തൊഴിലാളി യൂണിയൻ എന്നെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ലൈംഗിക തൊഴിലാളി യൂണിയൻ എന്ന് ഇപ്പോൾ പൊങ്ങി വരികയാണ്. എന്താണ് കാരണം? വേശ്യാവൃത്തി അനുവദിച്ചുകൊണ്ട് അനേക രാജ്യങ്ങൾ ആ നിയമം പാസ്സാക്കിയെന്ന്, അതിന് ശിക്ഷയില്ല എന്ന്. പണ്ട് പല മതങ്ങളും ആചരിച്ചു പോരുന്ന രീതി അനുസരിച്ച് അതെല്ലാം തെറ്റാണ്, വ്യഭിചാരം പാപമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് പല രാജ്യങ്ങളും അതിന് ലൈസൻസ് കൊടുക്കുകയാണ്. എത്ര അധപ്പതിച്ചു പോയി എന്ന് നോക്കൂ. പ്രീ മാരിറ്റൽ സെക്സ് എന്നും എക്സ്ട്രാ മാരിറ്റൽ സെക്സ് എന്നും പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? വിവാഹത്തിന് മുമ്പ് അഴുക്കായ ജീവിതം ലൈംഗികമായ വീഴ്ചകളിലേക്ക് പോകുന്നു. വിവാഹേതര ബന്ധങ്ങളിലേക്ക് അനേകർ ഇറങ്ങിപ്പോകുന്നു. പ്രിയമുള്ളവരെ, അവിശ്വസ്തതയാണ് ദാമ്പത്യ ജീവിതത്തിലെ അവിശ്വസ്തത.
വിവാഹത്തിന് മുമ്പ് വിവാഹിതരെ പോലെ കഴിയുകയാണ്. പഠിക്കാനായിട്ട് വിദ്യാർത്ഥികളെയെല്ലാം അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും പോകുമ്പോൾ മാതാപിതാക്കന്മാർ വിചാരിക്കും തങ്ങളുടെ കുട്ടികളെല്ലാം ഓക്കെയാണ് എന്നും അവരെല്ലാം നല്ല അച്ചടക്കത്തിലാണെന്നും വിചാരിക്കുന്നു. എന്നാൽ പെൺകുട്ടികൾ പലപ്പോഴും രാത്രി കാലങ്ങളിൽ പബ്ബുകളിലേക്ക് ഇറങ്ങുകയാണ് ആൺകുട്ടികളോടൊപ്പം, മദ്യപിക്കുവാനും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയാവാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ തലമുറ അത്ര അധപ്പതിച്ചു പോയിരിക്കുന്നു പ്രിയമുള്ളവരെ. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, എന്തുമാത്രം ഭ്രൂണഹത്യകളാണ് പല അമ്മമാരും കുഞ്ഞുങ്ങളെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലുന്നത്. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? അവിഹിതമായ വീഴ്ചയിലൂടെ ഭ്രൂണഹത്യയെല്ലാം അബോഷണെല്ലാം വർദ്ധിച്ചു വരികയാണ്. അവിഹിതം മൂലം അനേക കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുകയാണ്. അധർമ്മം പെരുകുന്നു. പ്രിയമുള്ളവരെ, അനേകരുടെയും സ്നേഹം തണുത്തു പോകുന്നു എന്ന് കർത്താവ് പറയുകയാണ്. ഭാവി കാലത്ത് അധർമ്മം പെരുകുമെന്നും അനേകരുടെയും സ്നേഹം തണുത്തു പോകുമെന്ന് പറയാൻ കാരണം എന്താണ് പ്രിയമുള്ളവരെ? ദൈവത്തോടുള്ള സ്നേഹം, മനുഷ്യർ തമ്മിലുള്ള സ്നേഹം, മാതാപിതാക്കന്മാരോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം. അനേകരും മക്കളെ കൊല്ലുന്നു, അനേകരും മാതാപിതാക്കന്മാരെ കൊല്ലുന്നു. കഞ്ചാവിന് വേണ്ടിയിട്ട്, ബ്രൗൺ ഷുഗറിന് വേണ്ടിയിട്ട്, മയക്കുമരുന്നിന് വേണ്ടിയിട്ട് പണം കൊടുത്തില്ല എങ്കിൽ അമ്മയെ കടാറ് കൊണ്ട് കുത്തി കൊല്ലാൻ മടിയില്ലാത്ത മക്കളുണ്ട്. എന്തുമാത്രം അധപ്പതിച്ചു പോയി എന്ന് നോക്കൂ. കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ ഭർത്താവിനെ സൈനൈഡ് കൊടുത്തു കൊന്ന കാര്യം, മലയാളികളായ ഓസ്ട്രേലിയയിൽ പോയി താമസിക്കുന്ന മലയാളികളായ വ്യക്തികളുടെ കാര്യം പേര് പറയുന്നില്ല, നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. ഇപ്പോൾ 22 വർഷക്കാലത്തേക്ക് ജയിലിൽ കഴിയുകയാണ്. കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഭർത്താവിനെ നോക്കുന്നില്ല, ഉണ്ടായ മകനെ നോക്കുന്നില്ല, അവിഹിതമാണ്, അവിശ്വസ്തതയാണ്. കാമുകനെ വിളിച്ചു വരുത്തി സൈനൈഡ് കൊടുത്ത് ഭർത്താവിനെ കൊല്ലുകയാണ്. ഒരു ഭയവുമില്ല, കൊല്ലാൻ മടിക്കാത്തതായ തലമുറകൾ. പ്രിയമുള്ളവരെ, ഇന്ന് വിവാഹിതർ അനേകരുണ്ടാകുന്നുണ്ട്, അനേകർ വിവാഹം കഴിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഡൈവോഴ്സുകൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? അധർമ്മം പെരുകുന്നു, അനേകരുടെയും സ്നേഹം തണുത്തു പോകുന്നു. കോളേജുകളിൽ നോക്കിയാൽ റാഗിങ് എന്നുള്ള ഓമന പേരിട്ടുകൊണ്ട് സീനിയേഴ്സ് പുതുതായിട്ട് വരുന്ന ജൂനിയേഴ്സിനെ ഉപദ്രവിക്കുകയാണ്, മൃഗീയമായിട്ട് ഉപദ്രവിക്കുകയാണ്, തല്ലിച്ചതയ്ക്കുകയാണ്. അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണ് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് അധർമ്മം പെരുകുന്നത്? വചനം പറയുന്നു, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്ന്. അധർമ്മത്തിന്റെ രഹസ്യം, മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മമൂർത്തി വെളിപ്പെടാൻ പോവുകയാണ്. ആരാണ് ഈ അധർമ്മമൂർത്തി? എതിർ ക്രിസ്തുവാണ് അധർമ്മമൂർത്തി. അവൻ വെളിപ്പെടാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ മറിഞ്ഞിരിക്കുകയാണ്. ഒരു ആൾ തടുക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തടുക്കുന്നതുകൊണ്ട് അവൻ മറിഞ്ഞിരിക്കുകയാണ്. എന്നാൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ വ്യാപാരം ഇപ്പോഴേ ഉണ്ട് എന്ന് യോഹന്നാൻ ശ്രീ എഴുതി വെച്ചിരിക്കുകയാണ്. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്ന്, ആ ശക്തി ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്ന്. ഇന്നത്തെ തലമുറ ഭക്തിയുള്ള തലമുറയാണോ? വചനത്തിന് വിളിച്ചാൽ വരുന്ന തലമുറയാണോ? വേദപുസ്തകം വായിക്കുന്ന തലമുറയാണോ? മാനസാന്തരപ്പെടുന്ന തലമുറയാണോ? തെറ്റുകളെ ഓർത്ത് അനുദമിക്കുന്ന തലമുറയാണോ? ക്ഷമ ചോദിക്കുന്ന തലമുറയാണോ? അവനവന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് കണ്ടാൽ ക്ഷമ ചോദിച്ച് നിരപ്പാകുന്ന തലമുറയാണോ? ഇല്ല, അഹങ്കാരമാണ്, അക്രമമാണ്, അനീതിയാണ്, അന്യായമാണ്. ദൈവത്തിന്റെ വചനം കേൾക്കാൻ മനസ്സില്ലാതെ, ദൈവഭക്തിയില്ലാതെ, ദൈവത്തെ ആരാധനയില്ലാതെ ഏറ്റവും മോശമായ, ഹീനമായ, ലൈംഗികമായ വീഴ്ചകളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു തലമുറ. ദൈവത്തിന് മഹത്വം. അന്ത്യകാലത്ത് അധർമ്മം പെരുകും. എന്തുകൊണ്ട്? ഈ ലോകം മുഴുവനും അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. വേദപുസ്തകം ദുഷ്ടൻ എന്ന് പറയുന്നത് ആരെയാണ്? ദുഷ്ടൻ എന്ന് പറയുന്നത് ആരെയാണ്? പ്രിയമുള്ളവരെ, നിങ്ങൾ അറിയണം, പിശാചിനെയാണ് വേദപുസ്തകം ദുഷ്ടൻ എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവും ദുഷ്ടൻ എന്നാണ് പറയുന്നത്. അപ്പസ്തോലന്മാരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിച്ചതായ, എഴുതി വെച്ചതായ ലേഖനങ്ങളെല്ലാം എഴുതിയതായ അപ്പസ്തോലൻ പറയുന്നത് പിശാചിനെ ദുഷ്ടൻ എന്നാണ്. എന്തുകൊണ്ട്? അവൻ്റെ ലക്ഷ്യം അറക്കുക, മുടിക്കുക, മോഷ്ടിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മക്കൾ ആരുടെ കയ്യിലാണ്? ദൈവത്തിൻ്റെ കരങ്ങളിലാണോ അതോ പിശാചിൻ്റെ കരങ്ങളിൽ ഉപകരണങ്ങളാണോ? പിശാച് എടുത്തുപയോഗിക്കുന്ന വ്യക്തികളാണോ നിങ്ങളുടെ മക്കൾ? പിശാചിന്റെ വ്യാപാരത്തിന് കീഴിലാണോ? ഇന്ന് സ്കൂളിലേക്കും കോളേജിലേക്കും പറഞ്ഞുവിടാൻ ഭയക്കണം പ്രിയമുള്ളവരെ. നിങ്ങളുടെ മക്കളെ പറഞ്ഞുവിടുവാൻ വചനം കേൾക്കുന്നവരാണെങ്കിലും കൂട്ടായ്മയിൽ വരുന്നവരാണെങ്കിലും നിരന്തരം വചനം കേൾക്കുന്നവരാണെങ്കിലും ഒരു അകൃത്യത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും അധിപതികൾ വാഴുന്നൊരു തലമുറയാണ് ഇപ്പോഴുള്ളത്. എന്താണ് കാരണം? പ്രിയമുള്ളവരെ, ഇന്നത്തെ മൂവീസ്, ഇന്നത്തെ സിനിമകൾ കണ്ട് പിള്ളേരെല്ലാം അത് അനുകരിക്കാൻ നോക്കുകയാണ്.
അതിൽ കാണുന്നതായ കഞ്ചാവിനുള്ള അടിമത്വവും പ്രേമവും ലൈംഗികമായ വീഴ്ചകളും ബലാത്സംഗങ്ങളെല്ലാം കണ്ട് അതെല്ലാം ഹൃദയത്തിലേക്ക് എറിയുകയാണ്. ഒരു കാലത്ത് ഇതെല്ലാം കണ്ടവനായിരുന്നു ഞാൻ. എന്നാൽ 19-ാമത്തെ വയസ്സിൽ ഈ ജീവന്റെ വചനം കേട്ടപ്പോൾ അത് പാവമാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഒരു പരിശുദ്ധ പാവനമായ മനസ്സിന് ഉടമയാകാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, അശുദ്ധിയുടെ ലൈംഗികമായ വീഴ്ചകളുടെ വേശ്യാലയമായിട്ട് ഹൃദയം മാറുകയാണ്. വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കൊലപാതക ചിന്തകളുടെയും പണിപ്പുരയായിട്ട് ഹൃദയം മാറുകയാണ്. എന്തുകൊണ്ട്? ഇന്നത്തെ സോഷ്യൽ മീഡിയ. പ്രിയമുള്ളവരെ, ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഓർക്കൂട്ട് മുതലായ അനേക ആപ്ലിക്കേഷനുകളുണ്ട്. ഇതിലെല്ലാം ഇറങ്ങിത്തിരിഞ്ഞ് ഒരിക്കലും പരിചയപ്പെടാത്ത വ്യക്തികളുമായിട്ട് പരിചയപ്പെട്ട് ബന്ധം സ്ഥാപിച്ച് ചിലരെല്ലാം പ്രേമബന്ധത്തിലായി പ്രായം നോക്കാതെ അവരെല്ലാം വിളിക്കുന്നതനുസരിച്ച് ഇറങ്ങിപ്പോകുന്നതായ തലമുറ. അനേകരും ദുഷ്ടനായ പൈശാചികന്റെ അണ്ടറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. നിങ്ങളുടെ മക്കൾ ആരുടെ കയ്യിലാണ്? നിങ്ങൾ ആരുടെ കീഴിലാണ്? യേശുവിൻ്റെ കീഴിലോ അതോ ദുഷ്ടനായ പൈശാചികന്റെ കീഴിലോ? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന സാത്താനെ കുറിച്ച്. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന മഹാസർപ്പം എന്ന പഴയ പാമ്പ്, പിശാചും സാത്താനും എന്ന മഹാസർപ്പം എന്ന പഴയ പാമ്പ് അവിടെ വളരെ വ്യക്തമായിട്ട് പിശാചിനെ കുറിച്ച് വരച്ചു കാണിക്കുകയാണ്. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുക എന്നുള്ളതാണ് അവൻ്റെ ഉദ്ദേശം. അനേകരെ തെറ്റിച്ചു കളയും, വൃതന്മാരെ തെറ്റിച്ചു കളയും. പല രൂപത്തിലും, വ്യാജ ആത്മാക്കളുടെ രൂപത്തിലെല്ലാം, അപ്പസ്തോലന്മാരുടെ രൂപത്തിലെല്ലാം അവൻ വരും. കള്ള അപ്പസ്തോലന്മാരെന്ന് പറയും, വ്യാജാത്മാക്കൾ എന്ന് പറയും, കള്ള പ്രവാചകൻ എന്ന് പറയും, ദുരുപദേഷ്ടാക്കന്മാർ എന്ന് പറയും. ഇതെല്ലാം പിശാചിന്റെ ആത്മാവിന്റെ വ്യാപാരമാണ്. ദുരാത്മ വ്യാപാരം, വ്യാജാത്മാക്കളുടെ വ്യാപാരം, ഇതെല്ലാം ഭാവി കാലത്ത് വരുമെന്ന് പ്രവചനത്തിൽ പറയുന്നു. ഇതെല്ലാം പൊങ്ങി പൊങ്ങി വരുമെന്ന്. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന സാത്താനും പിശാചും എന്ന പഴയ പാമ്പ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ എഴുതിയ 3-ാമത്തെ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 3-ാമത്തെ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. വചനം പറയുകയാണ്, പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. ഈ സമൂഹത്തെ അനുകരിക്കരുത്, ഇന്നത്തെ ട്രെൻഡുകൾ അനുകരിക്കരുത്. നമ്മൾ വേർതിരിക്കപ്പെട്ട ജനമാണ്, വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ ജനമാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് വചനമുണ്ട്. ഈ വചനപ്രമാണമാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമുക്കൊരു പ്രമാണമുണ്ട്, അത് തിരുവചനമാണ്, ദൈവത്തിൻ്റെ പ്രമാണമാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളാണ്, സ്നേഹത്തിൻ്റെ കൽപ്പനകളാണ്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ പ്രമാണത്തെ പിൻപറ്റരുത് എന്ന്. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് പാപം ചെയ്യുന്നവർ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? പാപം ചെയ്യുന്നവർ വിളിക്കുന്ന പേര് വളരെ കൃത്യമായിട്ട് വിളിക്കുന്നുണ്ട്. എന്താണ്? ദുഷ്ടനിൽ നിന്നുള്ളവർ. ദൈവത്തിൽ നിന്നുള്ളവർ എന്നും ദുഷ്ടനിൽ നിന്നുള്ളവർ എന്നും രണ്ടായിട്ട് തരംതിരിക്കുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം 12-ാം വാക്യം. അവിടെ കയീനെ കുറിച്ച് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിന്റെ ആദിപുത്രനായ കയീനെ കുറിച്ച് പറയുകയാണ്. എന്താണ് പറയുന്നത്? കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നു. ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ദൈവം മുന്നറിയിപ്പ് നൽകുകയാണ്, കയീനെ, പാപം വാതിക്കൽ കിടക്കുകയാണ്, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാണ്, നീയോ അതിനെ ജയിക്കണമെന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുത്തിട്ട് അതിന് മനസ്സില്ലാതെ പാപത്തെ താലോലിച്ചുകൊണ്ട് സഹോദരനോടുള്ള അസൂയ മൂത്ത്, വൈരാഗ്യം മൂത്ത് സഹോദരനെ കൊല്ലുന്ന കയീനെ കാണാം. അവിടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, സഹോദരനെ കൊന്ന കയീനെ കുറിച്ച് പറയുകയാണ്, ദുഷ്ടനിൽ നിന്നുള്ളവനായിട്ട് സഹോദരനെ കൊന്നു എന്ന്. 1 യോഹന്നാൻ 3-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. നിയമലംഘനങ്ങളിലേക്ക് പോവുകയാണ്. ദൈവത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമായി പാപം ചെയ്യുന്നവരെല്ലാം നിയമലംഘനമാണ് ചെയ്യുന്നത്, അന്യായമാണ് ചെയ്യുന്നത്, അനീതിയാണ് ചെയ്യുന്നത്. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. 7-ാം വാക്യം.
കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. 8-ാം വാക്യം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. ആര് പാപം ചെയ്താലും, എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിലും വ്യക്തിയുടെ മക്കളാണെങ്കിലും പാപം ചെയ്താൽ പിശാചിന്റെ മക്കളായിട്ട് മാറുകയാണ്. പിശാചിന്റെ അധീനതയിലേക്ക് വരികയാണ്. ദുഷ്ടനിൽ നിന്നുള്ളവനായിട്ട് മാറുകയാണ്. പിശാചിന്റെ അണ്ടറിലേക്ക് വരികയാണ്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. ഒന്നാമത് ഈ പ്രപഞ്ചത്തിൽ പാപം കൊണ്ടുവന്നത് പിശാചാണ്. ലൂസിഫർ എന്ന മനോഹരനായ ഒരു മാലാഖയായിരുന്നു ഈ മാലാഖ. ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്നു ഈ മാലാഖ. ജ്ഞാനം കൊണ്ടും സൗന്ദര്യം കൊണ്ടും രത്നങ്ങളാൽ നിർമ്മിതമായ മാലാഖ ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്നു. എന്നാൽ അവന്റെ ഉള്ളത്തിൽ അനീതിയും സാഹസവും പൊങ്ങി വന്ന് അഹങ്കാരം പൊങ്ങി വന്നു. അവിടെയാണ് പാപത്തിന്റെ ഉത്ഭവം. അങ്ങനെ ഒന്നാമത് പാപം ചെയ്യുന്നവനെ കുറിച്ച് പറയുകയാണ്. പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. അടുത്ത വാക്യം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രൻ വന്നിരിക്കുന്നത്, പ്രത്യക്ഷനായിരിക്കുന്നത്. നാം പാപത്തിന്റെ അടിമകളാണെങ്കിൽ, അധർമ്മത്തിന്റെ ഈടനാണെങ്കിൽ, അധർമ്മത്തിൽ നിന്നും പാപത്തിൽ നമ്മളെ വിടുവിച്ച് രക്ഷയിലേക്ക് നയിക്കുവാൻ, നിത്യജീവൻ അവകാശികളാക്കുവാൻ വേണ്ടിയിട്ട് നിത്യജീവൻ ഉടയവനായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. അവനിൽ പാപമില്ല. അവൻ പാപം ചെയ്തിട്ടില്ല. അവൻ പാപത്തെ ജയിച്ചവനാണ്. അവൻ പിശാചിനെ ജയിച്ചവനാണ്. അവൻ ലോകത്തെ ജയിച്ചവനാണ്. അവൻ മരണത്തെ ജയിച്ചവനാണ്. അങ്ങനെ മരണത്തെ ജയിച്ചവനായ, ലോകത്തെ ജയിച്ചവനായ, പാപത്തെ ജയിച്ചവനായ, പിശാചിനെ ജയിച്ചവനായ ദൈവപുത്രനായ ക്രിസ്തു, ആ ക്രിസ്തു ഹൃദയത്തിൽ വന്നാൽ നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത് എന്നുള്ള വചനം അന്വർത്ഥമാകുകയാണ്. തിന്മയുടെ പിന്നാലെ പോകുകയില്ല. ദുഷ്ടന്റെ അണ്ടറിലേക്ക് പോകുകയില്ല. ദുഷ്ടന്റെ മകനായിട്ടും പിശാചിന്റെ മകനായിട്ടും ജീവിക്കേണ്ടതായിട്ട് വരികയില്ല. 10-ാം വാക്യം. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ദൈവത്തിൽ നിന്നുള്ളവനാണോ? നീതി പ്രവർത്തിക്കാത്തവർ ദൈവത്തിൽ നിന്നുള്ളവരല്ല. സഹോദരനെ സ്നേഹിക്കാത്തവർ ദൈവത്തിൽ നിന്നുള്ളവരല്ല. കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാതെ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും സഹോദര? ദൈവത്തിന്റെ സൃഷ്ടിയായ നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ടതാണ്. സഹോദരനെ സ്നേഹിക്കുന്നുണ്ടോ? സഹോദരന്മാരെ ബഹുമാനിക്കുന്നുണ്ടോ? നിന്റെ കൂട്ടായ്മയിലെ സഹോദരന്മാരെ നീ സ്നേഹിക്കുന്നുണ്ടോ? ബഹുമാനിക്കുന്നുണ്ടോ? തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുന്നുണ്ടോ? അവരുടെ കാല് കഴുകാനുള്ള എളിമ നിനക്കുണ്ടോ? അതോ അഹങ്കാരമാണോ? അതോ ആധിപത്യമാണോ? അതോ ഭരണമാണോ? അതോ കുറ്റപ്പെടുത്തലാണോ? അതോ ഒറ്റപ്പെടുത്തലാണോ? ഏതെങ്കിലും സഹോദരന്മാർക്ക് തെറ്റുപറ്റിയാൽ അവനെ ശാസിക്കുക എന്ന് വചനം പറയുന്നുണ്ട്. അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക എന്ന് വചനം പറയുന്നുണ്ട്. ഒരു ദിവസത്തിൽ 7 പ്രാവശ്യം തെറ്റുപറ്റിയാൽ അവൻ 7 പ്രാവശ്യം അനുദപിച്ച് മാനസാന്തരപ്പെട്ടാൽ 7 പ്രാവശ്യം ക്ഷമിച്ചു കൊടുക്കണമെന്ന് വചനം പറയുകയാണ്. അങ്ങനെയുള്ളപ്പോൾ സഹോദരനോട് ക്ഷമിക്കാൻ കഴിയാത്ത നിന്റെ ഉള്ളിൽ ആരാണ്? പിശാചിന്റെ മകനാണോ? പിശാചിൽ നിന്നുള്ളവനാണോ? അതോ ദൈവത്തിൽ നിന്നുള്ളവനാണോ? നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ ആകുന്നു. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുള്ളതുമാകൊണ്ടത്രേ. ദൈവത്തിന് മഹത്വം. തൻ്റെ പ്രവൃത്തി ദോഷമുള്ളതും സഹോദരൻ്റെ പ്രവൃത്തി നീതിയുള്ളതായതുകൊണ്ടാണ് അവനെ പകച്ച് അവനെ കൊന്നത് എന്ന്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ഞാൻ ആരിൽ നിന്നുള്ളവനാണ്? ദൈവത്തിൽ നിന്നുള്ളവനാണോ അതോ ദുഷ്ടനിൽ നിന്നുള്ളവനാണോ? എന്നിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണ് പ്രിയമുള്ളവരെ? എന്നിൽ നിന്ന് പുറപ്പെടുന്ന ഫലം എന്താണ് പ്രിയമുള്ളവരെ? നാം സ്വയം പരിശോധിക്കുന്നത് നല്ലതാണ്. ഇത് അധർമ്മം പെരുകിയ ലോകമാണ്. ഇത് അധർമ്മത്തിൻ്റെ കാലഘട്ടമാണ്. അന്ത്യകാലമെത്തുമ്പോൾ അന്ത്യനാഴികയിലേക്ക് കടന്നിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, സഹോദരനെ പകച്ച് അനേക സഹോദരന്മാരോട് അന്യായം ചെയ്തപ്പോൾ 16-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്ത് എന്നറിഞ്ഞിരിക്കുന്നു. നാം സഹോദരന്മാർക്ക് വേണ്ടി
പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു എന്ന്. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്ത് എന്നറിഞ്ഞിരിക്കുന്നു. ആരെക്കുറിച്ചാണ് പറയുന്നത്? പ്രിയമുള്ളവരെ, സഹോദരന്മാരെ കൊല്ലുമ്പോൾ, അതിക്രമം ചെയ്യുമ്പോൾ, അന്യായം ചെയ്തപ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരനായ കർത്താവായ യേശു, ദൈവത്തിൻ്റെ ഏകജാതനും ആദിജാതനുമായ കർത്താവായ യേശു ക്രിസ്തു വന്നിട്ട് ഈ സഹോദരന്മാർക്ക് വേണ്ടി സ്വന്തം പ്രാണൻ വെച്ച് നൽകുകയാണ്. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നുവെന്ന് ഞാൻ ഇന്നെൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് പ്രിയമുള്ളവരെ. എന്നാൽ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ പിന്നീട് ഒരിക്കൽ നമുക്ക് ധ്യാനിക്കാം. അധർമ്മം പെരുകിയതായ ലോകത്ത്, അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്ന ഈ ലോകത്ത്, അധർമ്മത്തിൻ്റെ ശക്തികൾ കൊടികുത്തു വാഴുന്ന ഈ ലോകത്ത്, ദുഷ്ടതയുള്ള തലമുറയിൽ, വ്യഭിചാരവും ദോഷമുള്ള തലമുറയിൽ നാം ജീവിക്കുമ്പോൾ എൻ്റെ യേശുവിൽ നിന്നുള്ളവനായിട്ട്, ദൈവത്തിൽ നിന്നുള്ളവനായിട്ട്, ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചാണോ ഞാൻ ജീവിക്കുന്നത്, അതോ പിശാചിന് ഇടം കൊടുത്താണോ ഞാൻ ജീവിക്കുന്നത്? സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുമ്പോൾ എൻ്റെ റോൾ എന്താണ് എന്ന് ഞാൻ തന്നെ പരിശോധിക്കേണ്ടതാണ്. കർത്താവേ, ഈ അധർമ്മം വാഴുന്ന ലോകത്ത് ഒരു നീതിയുള്ള പുരുഷനായിട്ട്, ഒരു വിശുദ്ധിയുള്ള വ്യക്തിയായിട്ട്, ഒരു വിശുദ്ധി ചെയ്ത് നയിക്കുന്ന വ്യക്തിയായിട്ട്, ഒരു നിഷ്കളങ്കനായിട്ട് ഈ വ്യഭിചാരവും ദോഷമുള്ള തലമുറയിൽ നിൽക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ടോ? എങ്കിൽ നിങ്ങളെ കണ്ണുകളെ നിങ്ങൾ അടയ്ക്കുക, നിങ്ങളുടെ തലകളെ ഉണക്കിക്കൊണ്ട് കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഈ സമയത്ത് ഈ വചനം ക്രിസ്തു തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് മുമ്പാകെ എളിമപ്പെടൂ, വിനയപ്പെടൂ, താഴ്മയോടെ വരൂ, സൗമ്യതയോടെ വരൂ. കർത്താവേ, എനിക്കിനിയും തിരുത്തുവാനുണ്ട്. ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോകുമ്പോൾ, ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ നീ പറയുന്നതായ അത്ഭുതങ്ങളും അടയാളങ്ങളും നടമാടുന്ന ഞങ്ങൾ കാണുന്നു. കർത്താവേ, നിൻ്റെ മുന്നറിയിപ്പുകളെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അറിയുന്നു. ഇപ്പോൾ ഞങ്ങൾ കുരിശിൻ ചോട്ടിലേക്ക് വരികയാണ്. എന്തിനാണെന്നറിയാമോ കർത്താവേ? ഞങ്ങളുടെ ഉള്ളിലുണ്ട് പിശാചിന് അവകാശമുള്ള അനേകവിധമായ പാപങ്ങൾ. ഞങ്ങളുടെ ആളത്വം ഇനിയും മാറാനുണ്ട്. നിൻ്റെ സാദൃശ്യം ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. നിന്നെപ്പോലെ ആകണമെന്ന്, നിൻ്റെ എളിമയുള്ളവനാകണമെന്ന്, നിന്റെ ഭാവമുള്ളവനാകണമെന്ന്, നിന്നെപ്പോലെ തന്നെത്താൻ താഴ്ത്തണമെന്നെല്ലാം ഞങ്ങൾക്ക് ആഗ്രഹവും സമർപ്പണവുമെല്ലാം ഞങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും ഞങ്ങളുടെ ജീവിതം ഇതുവരെ ശരിയായിട്ടില്ല. കർത്താവേ, ഇന്നും ഞങ്ങൾ നിന്റെ കുരിശിൻ ചോട്ടിലേക്ക് വരുന്നത് പാപികളെന്ന് സമ്മതിച്ചുകൊണ്ടാണ്. ഞങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട്, തന്നെത്താൻ എളിമപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നിന്റെ കുരിശിൻ ചോട്ടിലേക്ക് വരികയാണ്. കർത്താവേ, നീ അടികൾ കൊണ്ടും നിന്നേറ്റും പീഡയേറ്റും തകർക്കപ്പെട്ടവനായിട്ടും കുരിശുമേ കിടന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയുന്നു. അധർമ്മങ്ങളെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ലംഘനങ്ങളെല്ലാം ക്ഷമിച്ചു തരുവാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ അധർമ്മങ്ങളും ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു കൂട്ടിയതായ സകല മ്ലേച്ഛതകളും വഹിച്ചുകൊണ്ട് അതിൻ്റെ ശിക്ഷയെല്ലാം ഏറ്റുകൊണ്ട് കുരിശന്മേ കിടന്ന് പെടയുന്നവനായ യേശുവേ, നിൻ്റെ വലിയ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ ഉള്ളത്തിൽ സ്വർഗീയ സന്തോഷവും സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് സത്യാരാധന ഒഴുങ്ങുവാൻ തക്കവണ്ണം സകല അകൃത്യങ്ങളെയും നീക്കിക്കളയണമേ. സകല അശുദ്ധികളും നീങ്ങിപ്പോകട്ടെ, സകല ബന്ധനങ്ങളും നീങ്ങിപ്പോകട്ടെ, സകല പൈശാചിക ബാധകളും നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ വലിയ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. പുതിയൊരു സമർപ്പണം ഞങ്ങൾക്ക് തരണമേ. പുതിയൊരു തീരുമാനം ഞങ്ങൾ ഇന്നെടുക്കുകയാണ്. ഈ ലോകം എത്ര അശുദ്ധിയിലേക്ക് പോയാലും, എത്ര അധർമ്മത്തിലേക്ക് പോയാലും, എത്ര ദുഷ്ടന്റെ കീഴിലേക്ക് പോയാലും യേശുവിൻ്റെ സാക്ഷിയായിട്ട് ഞാനൊരാൾ നിന്നുകൊള്ളാം. യേശുവിൻ്റെ വിശുദ്ധിയുടെ ദീപശിഖ ഏന്തിക്കൊണ്ട് ഞാനൊരാൾ ഓടിക്കൊള്ളാം. ഞങ്ങൾ തീരുമാനം പറയുകയാണ്. കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായിട്ട് ജീവിച്ചോളാം. എൻ്റെ യേശുവേ വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ഈ കൊച്ചു ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ യേശുവേ, എന്നെ ഒന്ന് തലവോടണമേ. എൻ്റെ രോഗമുള്ള ഭാഗത്ത് നിന്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ. എൻ്റെ പാപമുള്ള അവയവങ്ങളിൽ നിന്റെ തിരുരക്തം പുരട്ടണമേ. കർത്താവേ, സകല പാപങ്ങളും ക്ഷമിച്ചു തരണമേ. സകല അനീതിയും നീക്കി തരണമേ. സകല അസത്യങ്ങളും സകല അന്യായങ്ങളും നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ജയജീവിതം നയിക്കുവാനുള്ള ഭാഗ്യം തരണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് നിന്റെ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബത്തിൽ അവർ കിടന്ന കിടപ്പാണെങ്കിൽ അവിടെ ചെല്ലണമേ. കർത്താവേ, അവർക്ക് ആശ്വാസം നൽകണമേ. അവരെ സ്വാന്തനിപ്പിക്കണമേ. അവർക്ക് സമാധാനം നൽകണമേ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകണമേ. അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലതും ഞങ്ങൾക്കായി ജന്മിച്ച യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേട്ട തിരുന്തരുമാറാകണമേ. ആമേൻ.